നമ്മുടെ ഈ സാഹിത്യോത്സവം രണ്ടാമത് ദിവസവും അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇവിടെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് യാതൊരു മുഖവുരയുടെയോ പരിചയപ്പെടുത്തലിൻ്റെതോ ആവശ്യമില്ലാത്ത നമ്മുടെ ഏറെ പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ PK പാറക്കടവിൻ്റെ കഥകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ സെഷൻ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. മലയാളികൾക്ക് അഥവാ മലയാള ഭാഷയ്ക്ക് സൂക്ഷ്മകഥകളുടെ ഒരു മഹാവൃക്ഷം തന്നെ സമ്മാനിച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായി മാറിയ PK പാറക്കടവിനെ അദ്ദേഹത്തിൻ്റെ കഥകൾ പോലെ തന്നെ മനോഹരമായ ഒരു സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാനിവിടെ ആശംസിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം കഥകളുടെ അണിയറകളിലേക്ക് സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ എളമ്പിലാട് നാരായണൻ അവരുകൾക്ക്, ബാലസാഹിത്യ കൃതികൾ നിറസാന്നിധ്യമായി മാറിയ അദ്ദേഹത്തിനും, ഒപ്പം പ്രകൃതിയെയും കലയെയും ജനാധിപത്യത്തെയും കുറിച്ച് വാദോരാതെ ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ കടത്തനാടിൻ്റെ രണ്ടാം നവോത്ഥാനമായി നാളുകളിൽ വിശേഷിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഈ ഒരു സാഹിത്യോത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കഥകളിലൂടെയുള്ള ഈ സഞ്ചാരത്തിനായി നമ്മുടെ വാതായനം ഇവിടെ തുറക്കപ്പെടുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളത്തിൽ മലയാള കഥയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാകാരനാണ്, എഴുത്തുകാരനാണ് ശ്രീ PK പാറക്കടവ് എന്ന അഹമ്മദ്. വളരെ ചെറിയ കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ആ കഥകൾക്ക് ഏറ് പടക്കത്തിൻ്റെ കരുത്താണ്. അത്രയും ശക്തമായി വായനക്കാരിൽ അത് ആഘാതമേൽപ്പിക്കുന്നു, അവരുടെ ചിന്തകളെയും ഭാവനകളെയും ഉണർത്തുന്നു എന്നതാണ് പാറക്കടവിൻ്റെ കഥകളുടെ ഒരു പ്രധാന സവിശേഷത. മലയാള കവിതയിൽ കുഞ്ഞുണ്ണി മാഷ് ചെറിയ വലിയ കഥകൾ എഴുതിയപ്പോൾ ശ്രീ PK പാറക്കടവ് ചെറിയ വലിയ കഥകൾ എഴുതിയാണ് വായനക്കാരുടെ ഹൃദയം കവർന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കഥകളും വളരെ ദീർഘമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നാറുണ്ട്, ഈ കഥ ഇത്ര ദീർഘിപ്പിക്കണോ, ഇത്രയും വലിച്ചു നീട്ടണമായിരുന്നോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് PK പാറക്കടവിൻ്റെ ആശയ ലോകം നമ്മൾ വീണ്ടും വീണ്ടും ഉറ്റുനോക്കുന്നത്. അടിച്ചു പരത്താതെ, വലിച്ചു നീട്ടാതെ കഥയുടെ കാമ്പ് അഥവാ കഥയുടെ വെളിച്ചം തേടിപ്പോകുന്ന ഒരു കഥാകാരനാണ് ശ്രീ PK പാറക്കടവ്. അദ്ദേഹം ആശയത്തിൻ്റെ വിശാലമായ ഒരു ആകാശം നമുക്ക് മുമ്പിൽ നിവർത്തിയിടുന്നുണ്ട്. ഏറെക്കാലം പത്രപ്രവർത്തകനായിരുന്നു, പീരിയോഡിക്കൽസ് എഡിറ്ററായി ജോലി ചെയ്തിട്ടുണ്ട്. വളരെ സജീവമായി കഥാലോകത്ത് ഇന്നും അയാൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമുക്ക് മുമ്പിലുള്ള സത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാലോകം വളരെ വിപുലമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ കഥകളുടെ അവതരണവുമാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു തുടക്കം എന്നോണം, ഒരു ആമുഖം എന്നോണം ഒരു കഥ വായിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം പാറക്കടവിൻ്റെ കഥകൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുക എളുപ്പമല്ല. കാരണം അതിലെ ഒരു വാക്ക് വിട്ടുപോവുകയാണെങ്കിൽ കഥയുടെ ശിരസോ ഹൃദയമോ ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും. കാരണം വാക്കുകൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമായിരിക്കും PK പാറക്കടവിൻ്റേത്. ഇത് കൂടുതൽ വിശദമായി പറയണമെന്നില്ല, എല്ലാ വായനക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആദ്യ കഥയിലേക്ക് കടക്കാം. ഏതാണ്ട് 2006 കാലങ്ങളിൽ മുമ്പ് എഴുതിയ കഥയാണ് ഇവിടെ ഞാൻ വായിക്കുന്നത്.
കഥയുടെ പേര് പന്ത്. വാശി പിടിച്ച് കരയുകയാണ് മോൻ. നിസ്സാരമായ ഒരാവശ്യം, അവനൊരു കളിപ്പന്ത് വേണം. അവൻ പന്ത് കളിക്കാനായിട്ടില്ല എങ്കിലും അവനെ പെറ്റ അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കൊടുത്തുകൂടെ എന്ന്. അവന്റെ കണ്ണീർ തുടച്ച് സാന്ത്വനിപ്പിച്ച് അയാൾ പറഞ്ഞു, ഇപ്പം വാങ്ങിത്തരാം മോനെ. പിന്നെ ഭാര്യയും മോനും നോക്കി നിൽക്കെ അയാൾ കഴുത്തിൽ നിന്ന് തലയൂരി മോന്റെ കയ്യിൽ കൊടുത്തു. മോൻ പന്ത് തട്ടിക്കളിക്കാൻ തുടങ്ങി. തലയുടെ ഭാരമില്ലാതെ ചാരുകസേരയിൽ മലർന്നു കിടന്ന് അയാൾ ചിന്തിച്ചു, ജീവിതം തന്നെ ഒരു കളിയല്ലേ. ഈ കഥയിലെ കുട്ടി ചിലപ്പോൾ ഞാനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലമായിരിക്കാം, മുതിർന്നപ്പോൾ അച്ഛൻ, ഞാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ആയിരിക്കും. അത്രയും തീക്ഷ്ണമായ ഒരു കഥയാണ്. സാറോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആദ്യ കഥയുടെ ആ രംഗപ്രവേശം, ആ കഥയെക്കുറിച്ചും അത് എഴുതാനും അതുപോലെ തന്നെ അത് പ്രകാശനം ചെയ്തപ്പോഴുമുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാവോ? എൻ്റെ കഥകളെക്കുറിച്ച് ഞാൻ തന്നെ പറയുന്നതിന് പകരം കഥകൾ പറയാനാണ് എനിക്കിഷ്ടം. എങ്കിലും എളമ്പലാട് നാരായണൻ ചോദിച്ച ഈ ചോദ്യം, ആദ്യ കഥയുടെ ആദ്യാനുഭവം എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്നുണ്ട്. ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമായിരുന്നു. എൻ്റെ നാട് പാറക്കടവ്, വടകര താലൂക്കിലെ പാറക്കടവ്. അതിന് തൊട്ടടുത്തൊരു പ്രദേശമുണ്ടായിരുന്നു കുറുവന്തേരി. അപ്പോഴേ ആ ഒരു കാലഘട്ടത്തിൽ 70കളുടെ അവസാനമൊക്കെ അല്ലെങ്കിൽ 60കളുടെ അവസാനവും 70കളുടെ തുടക്കവും ഒക്കെ, ഞാനൊരു ചെറിയ കുട്ടിയാണ്, എല്ലാവരും ഗൾഫിൽ പോകുന്ന ഒരു കാലമാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും. അപ്പോഴേ ഞാനൊരു കഥ എഴുതിയിരുന്നു. കഥയുടെ പേര് വിസ. ഒരു 12 വരി കഥയാണ്. ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരാൾ മരിക്കുകയാണ്. മരിച്ച് മയ്യത്ത് കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. മരിച്ച വീട്ടിൽ ഖുർആനിൻ്റെ ഈണമുണ്ട്, ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട്, ഈ റോത്ത്മാൻസിൻ്റെ പുകച്ചുരുളുകളുണ്ട്. അവിടെ മരിച്ച വീട്ടിൽ കള്ളിക്കുപ്പായമിട്ട കുറുവന്തേരിക്കാർ വന്ന് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പോസ്റ്റ്മാൻ അച്യുതൻ, അന്ന് എൻ്റെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ പേരും അത് തന്നെയായിരുന്നു, കയറി വരികയാണ്. അപ്പോൾ പോസ്റ്റ്മാൻ അച്യുതനെ കണ്ടപ്പോൾ ഈ മയ്യത്ത് കട്ടിലിൽ നിന്നും മരിച്ചു കിടക്കുന്നയാൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, എൻ്റെ വിസ വന്നു എന്ന്. ഇതായിരുന്നു കഥ. വളരെ നിർദോഷമായ ഒരു കഥ. പക്ഷെ ഈ കഥ ഒരു നാടിനെ അവഹേളിച്ചു, ഒരു സമുദായത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ കുഴപ്പമുണ്ടായി. നിങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കാൻ, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കഥയുടെ പേരിൽ ഒരു പ്രതിഷേധ യോഗം ചേർന്നിരുന്നു നാട്ടിൽ, എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്ത്. അപ്പോഴെനിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കുറെ ഉള്ളത് കൊണ്ട് വലിയ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. പിന്നീട് ഈ കഥ മധ്യസ്ഥം പറഞ്ഞ് രാജിയായി. പക്ഷേ എൻ്റെ അബോധ മനസ്സിൽ, ഒരു ബാലനായ എൻ്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടുണ്ടായിരിക്കണം, ഒരു 12 വരി കഥ, ഒരു ചെറിയ കഥ ഒരു ഗ്രാമത്തെ ഇളക്കി മറിച്ചിരിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഒരു കഥയുടെ വിജയം എന്ന് എനിക്ക് തോന്നി. പിൽക്കാലത്ത് അതുകൊണ്ടായിരിക്കണം ഞാൻ നിരന്തരമായി കുറുങ്കഥകൾ, ചെറിയ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിനെ മിന്നൽ കഥകൾ എന്ന് വിളിക്കുന്നു. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയ ഒരാൾ ഞാനായിരിക്കും. നമ്മുടെ പല കഥാകൃത്തുക്കളും കവിത എന്ന മേഖലയിലും സഞ്ചരിച്ചതായും പല സമാഹാരങ്ങളും നമ്മൾ വായിച്ചതുമാണ്. ശ്രീ പാറക്കടവിൻ്റെ കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഏതിലാണ് ചേർന്ന് നിൽക്കുന്നത്, ഒട്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഭൂമിക്കടിയിൽ ഒരു വിത്തിന്റെ പൊട്ടിച്ചിരി, ചെടിയിൽ ഒരു പൂവ്.
ഇത് മനോഹരമായ പാറക്കടവിൻ്റെ ഒരു കഥയാണ്. നിരന്തരം നിരീക്ഷിക്കുകയും ലോകത്തെക്കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കഥാകാരനാണ് ശ്രീ PK പാറക്കടവ്. നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട് നമ്മുടെ കഥാകാരൻ. അതുകൊണ്ട് കവിതയിൽ എന്തുകൊണ്ടാണ് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ കുറും കഥകളിൽ തന്നെ നിൽക്കുന്നത് എന്നാണ് സാറിനോട് ചോദിക്കുന്നത്. എനിക്കതിൽ അറിയില്ല, എൻ്റെ കഥകളാണോ കവിതകളാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. മാതൃഭൂമിയുടെ ലിറ്റററി ഫെസ്റ്റിവല് 2 വർഷം മുമ്പ് നടന്നപ്പോൾ ശ്രീകുമാരൻ തമ്പിയോട് സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, പുതിയ കവിതകളെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. അതിപ്പോഴും മാതൃഭൂമി അതിൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എഴുതുന്ന ഏറ്റവും നല്ല കവിതകൾ ഞാൻ കണക്കാക്കുന്നത് PK പാറക്കടവിൻ്റെ കഥകളാണ് എന്ന്. അതെനിക്ക് കിട്ടി. എനിക്ക് ശ്രീകുമാരൻ തമ്പിയെ ഒരിക്കൽ പോലും ഞാനത് പറയുമ്പോൾ കണ്ടിട്ടില്ല, എനിക്കൊരു ബന്ധവുമില്ല. എനിക്കൊരു വലിയ അംഗീകാരമായി തോന്നി. ഇതിനെ നിങ്ങൾ കഥയെന്നോ കവിതയെന്നോ കഥയില്ലായ്മയോ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും ഇത് ഒരു എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. ലോകത്ത് ഇങ്ങനെ ചെറുതായ കഥകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ലിഡിയ ഡേവിസ് എന്നൊരു എഴുത്തുകാരിയുണ്ട്. 2023 അല്ലെ അതിനു മുമ്പോ എന്നറിയില്ല, അവർക്ക് മാൻ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അവരെഴുതുന്നത് ഒറ്റ വരിയിലുള്ള കഥകളാണ്. ഏറി വന്നാൽ ഒരു പാരഗ്രാഫ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഫ്ലാഷ് ഫിക്ഷൻ എന്ന പേരിൽ ഇത് ധാരാളമായി ഇത്തരം രൂപങ്ങൾ ഉണ്ട്. മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ ഇതിനെ ഗൗരവത്തിലെടുക്കാതെ നമ്മുടെ പത്രാധിപന്മാർ മിനിക്കഥ എന്ന പേരിൽ ചേർക്കുകയും പിന്നീടത് വളരെ ഗൗരവത്തിലെടുത്ത് അവരുടെ ഓണവിശേഷാൽ പ്രതികളിലടക്കം ഈ കഥാരൂപത്തിന് ഇടം കിട്ടുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. ഏതായിരുന്നാലും കഥകളെക്കുറിച്ച് പറയാനതിന് പകരം ഞാൻ കുറച്ച് കഥകൾ തന്നെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കുറച്ച് കഥകൾ വായിക്കാം, അതിനുശേഷം സംസാരിക്കാം. പൊന്ന്, എനിക്ക് പൊന്നുപോലെ ഇഷ്ടമാണ് അവളെ. കുറെ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവളെ എനിക്ക് നൽകിയത്. ഞാനവളെ പൊന്നേ എന്നും എൻ്റെ തങ്കക്കുടമേ എന്നും വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്, ഇവൾക്ക് എത്ര ക്യാരറ്റ്. അങ്ങനെയാണ് ഞാനവളെ ഒരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത്. ആളിപ്പടരുന്ന തീജ്വാലയിൽ നിന്ന് ഉരുകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു, 916 പരിശുദ്ധി. തീനാളങ്ങൾക്കും സ്വർണ്ണ വർണ്ണമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു കുട്ടി, അമ്മയെ കാണുന്നില്ല. കുഞ്ഞ് പരതി നടക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ കീ കുഞ്ഞു വിരൽ കൊണ്ട് അമർത്തുകയാണ്. www.ammakani.com. ചേട്ടനെ കാണുന്നില്ല. ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ച് കിടക്കുകയാണ്. പനിച്ചു കിടക്കുന്ന ചേട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത്? കുഞ്ഞ് പതുപതുത്ത് വിരൽ കൊണ്ട് പരതുകയാണ്. www.ഏട്ടൻകളി.com. അച്ഛനെ കാണുന്നില്ല. മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല. താഴത്ത് വീണ് കിടക്കുന്ന വർത്തമാന പത്രത്തിലില്ല. നോം ചോംസ്കിയിലും ധൃതയിലുമില്ല. തപ്പി നോക്കുകയാണ്. www.achan-tanal.com. മുത്തശ്ശിയെ തപ്പുന്നില്ല. തൻ്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി. പരലോകത്തിലെ വെബ്സൈറ്റിൽ ഈ കുഞ്ഞു വിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ്? ചിറകുകൾ. തത്തക്കൂട് പോലെ മനുഷ്യക്കൂടുമുണ്ട്. ഭരണാധികാരികൾ എത്ര മനുഷ്യരെയാണ് ചിറകുകൾ അരിഞ്ഞ് കൂട്ടിലിട്ട് പാലും പഴവും നൽകി വളർത്തുന്നത്. അവർ ചിറകടിക്കുന്നേയില്ല. നിലപാടുകൾ. രാവിലെ ഇത്തിരി കാറൽ മാർക്സ് കുടിച്ച് ഇടത്തോട്ട് ചാഞ്ഞു നടന്നു. അക്കാദമിയിൽ ഒരിടം, അത്രമാത്രം. ഉച്ചക്ക്
അല്പം ഗാന്ധി കഴിച്ച് നല്ലൊരു പൗരനായി റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു. ഒരു നെഹ്റു ഫെലോഷിപ്പ്, അത്രമാത്രം. വൈകുന്നേരം ഒരു കരണ്ടി സാർത്രെ, ഒരു പിടി കുന്തേര, ഒരു കവിൾ ദറിത. ടൗൺ ഹാളിൽ ഉത്തരാധുനികതയുടെ സെമിനാറുണ്ട്, അവിടെ പോയി ഛർദിച്ചു. രാത്രി മാർക്സിനെയും ഗാന്ധിയെയും സാർത്രെയെയും കുന്തേരയെയും ദറിതയെയും അഴിച്ച് നഗ്നനായി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു, നീ ആരാണടാ തന്തയില്ലാത്തവനെ? കണ്ണാടി അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു. അയാൾ കണ്ണാടി എറിഞ്ഞുടച്ചു. കണ്ണാടി അയാളെയും എറിഞ്ഞുടച്ചു. വീട് രാവിലെ എണീറ്റ് അമ്മ കണ്ണ് തിരുമ്മുന്നതിന് മുമ്പ് ടി വിയുടെ സ്വിച്ച് തിരുമ്മി. പാതിരാത്രിക്ക് ശേഷം കാണിച്ച സിനിമ ഒന്നുകൂടി. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ടി വിയുടെ നിഴലിൽ മയങ്ങി പുതിയ സിനിമ. വൈകുന്നേരം ചായക്കപ്പുമായി വന്ന് ടി വിക്ക് മുന്നിൽ വീണ്ടും സിനിമ. മോൻ മടിയിൽ നിറങ്ങി പുറത്തുപോയി വീടിന്റെ പേരെഴുതിയ ബോർഡ് എടുത്തു മാറ്റി അവിടെ ഒരു പുതിയ ബോർഡ് വെച്ച് തിരിച്ചു വന്നു, ശ്രീലക്ഷ്മി ടാക്കീസ്. ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ്. ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂ ചോറ്, എരിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, തോരൻ, പുളിയിഞ്ചി. ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല. അവിടെ ഹിറ്റ്ലറിന് മാറ്റി നമ്മൾക്ക് വേറെ ആരെങ്കിലും പേരും വെക്കാം. ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തു ചുറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല്. പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തു. കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല. പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി. ഒറ്റയ്ക്ക് 7 ആകാശങ്ങളും 7 ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റയ്ക്കാണ്. മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റയ്ക്കാകുന്നു. ഒറ്റയ്ക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം. 2 ചെറിയ കഥകൾ കൂടി വായിക്കാം. നദിയും കടലും നദിയും മനുഷ്യനും. ഒരു നദിയും വറ്റിവരണ്ട് മരിക്കുമ്പോഴും കടലിനോട് വെള്ളം ചോദിക്കാറില്ല എന്ന് മാത്രമല്ല, കടലിന് കൊടുത്ത വെള്ളം പോലും തിരിച്ചു ചോദിക്കാറില്ല. മനുഷ്യരെക്കാൾ അഭിമാനമുണ്ട് നദികൾക്ക്. അവസാനമായി ആധാർ. പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരന്റെ മുന്നിൽ നിന്ന് പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു, ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? നിലപാടുകൾ എന്ന കവിത കുറെ പ്രതിയോഗികളെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കൃത്യമായ രാഷ്ട്രീയവും മനുഷ്യന്മാരുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ ആ നിറംമാറ്റം, ഓന്തുകളുടെ സ്വഭാവം കാണിക്കുന്ന ചില നിറംമാറ്റം കൃത്യമായി അടയാളപ്പെടുത്തുന്ന കഥകളാണ്. നിലപാടുകൾ എന്ന ആ കവിത പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? അത് കവിത എന്നുള്ള കഥ എന്ന നിലയിലാണത് വന്നത്. പിന്നെ അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും മുതിർന്ന വലിയ സാധാരണഗതിയിൽ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല, ഞാൻ എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല, ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ ആളാകേണ്ടതായിരുന്നു എന്നാണ് ഓരോ എഴുത്തുകാരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയിക്കുന്നതൊക്കെ വായനക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ എൻ്റെ കഥകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ സംതൃപ്തനാണ് ഞാൻ. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി വരാന്ത പതിപ്പിൽ ഒരു കഥ എഴുതിയിരുന്നു, സദ്യ എന്ന പേരിൽ. വളരെ ചെറിയൊരു കഥയാണ്. അപ്പോൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ്, മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എഴുതുന്ന
കഥാകൃത്തായ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് അന്ന് എനിക്കൊരു കാർഡ് അയച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: ഇതാണ് കഥ, എന്തിനു മഹാഭാരതം. അത് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് DC ബുക്സ് എൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ പുസ്തകമാക്കിയപ്പോൾ അതിന് ഒരു ആമുഖം എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ആമുഖം ആവശ്യമില്ല, മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷയുടെ കൈപ്പടയിലുള്ള കത്ത് അതിൻ്റെ ആമുഖമായി കൊടുത്താൽ മതി എന്ന്. അങ്ങനെയാണ് ഇതുണ്ടായത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ നിലപാടുകൾ എഴുതുക മാത്രമല്ല, നിലപാടുകൾ ഞാൻ പലപ്പോഴും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു മുമ്പ് 2015-16 ഘട്ടത്തിൽ. അത് കൽബുർഗി തുടങ്ങിയ എഴുത്തുകാർ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ അക്കാദമിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ മൗനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അതുമാത്രമല്ല, ആ കവിതകളിൽ, ക്ഷമിക്കണം, കഥകളിൽ പ്രധാനമായും ഒരു തുള്ളലിൻ്റെ ഒരു താളവും അതുപോലെ തന്നെ ഒരു ചാക്യാരുടെ പരിഹാസവും അത്തരം കാര്യങ്ങൾ കഥകളിൽ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ കഥകൾ ഓരോന്നും പ്രമേയമാക്കാൻ നിങ്ങൾ നർമ്മത്തെ നന്നായി സ്വീകരിക്കുന്നുണ്ട്, സ്വാംശീകരിക്കുന്നുണ്ട്, കഥയിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട് നർമ്മങ്ങൾ ഓരോ കഥയിലും. പക്ഷെ അത് വായനക്കാരനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുകയും വായനക്കാരൻ്റെ പ്രത്യേകമായൊരു ഭാവനാ ലോകത്ത് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ആ നർമ്മം നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയിലേക്ക്, ഏതാനും വാക്കുകൾ, 1-2 വാക്കുകൾ മാത്രമാണ് താങ്കളുടെ കഥകൾ, എങ്ങനെയാണ് നിങ്ങൾ ആ നർമ്മം അവിടെ സന്നിവേശിപ്പിക്കുന്നത്? അതിനെ വേണമെങ്കിൽ ഒരു ഇരുണ്ട ഹാസ്യം, ഒരു കറുത്ത ഹാസ്യം എന്നൊക്കെ വിളിക്കാം എന്ന് തോന്നുന്നു. അത് നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ മഴയത്ത് നടക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണീരാരും കാണുന്നില്ല എന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ ചിരിക്ക് പിന്നിലും ചിലപ്പോൾ കണ്ണീരും ദുഃഖവും ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരു ഹാസ്യമായി എടുത്താൽ മതി. ശ്രീ PK പാറക്കടവ് ദീർഘകാലം മാധ്യമത്തിലെ പീരിയോഡിക്കൽസ് എഡിറ്ററായിരുന്നു. ഞങ്ങളൊക്കെ പല സൃഷ്ടികളും അയാൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അദ്ദേഹം അതിനുള്ള എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരെ അയാൾ നിർദ്ദേശിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എഴുതുന്നവരെ ഒരു ഫേസ്ബുക്ക് എഴുത്തുകാർ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. ഞാൻ കരുതുന്നത് പലപ്പോഴും എഡിറ്റർമാർ തിരിച്ചയച്ച കൃതികളാവാം ഇന്ന് ഫേസ്ബുക്കിൽ തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പറന്ന് നടക്കുന്നത്. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? സോഷ്യൽ മീഡിയ 2 തരത്തിൽ കാണാം. അത് ഒന്ന്, അതിൽ എഴുതുന്നവരൊക്കെ മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഫേസ്ബുക്കിൽ എഴുതിയ നോവല് പിന്നീട് പുസ്തകമാക്കിയപ്പോഴിവിടെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുകയും ധാരാളമായി പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫേസ്ബുക്കിന് ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത തരത്തിൽ ആർക്കും എന്തും എഴുതാമെന്നുള്ള ഒരു നിലയും വന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് അത് നിൽക്കുന്നത്. ഈ കാലത്ത്, ഈ പുതിയ കാലത്ത് ഈ ഇന്നതിൽ എഴുതിയാലേ എഴുത്തുകാരനാവൂ എന്നൊന്നും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾക്കറിയാം, ഒരു മികച്ച പബ്ലിഷറും അന്നുണ്ടായിരുന്ന മികച്ച പബ്ലിഷറൊന്നും പബ്ലിഷ് ചെയ്തായിരുന്നില്ല ആടുജീവിതം, ആനുകാര്യങ്ങളിൽ വന്നതുമായിരുന്നില്ല. പക്ഷെ അത് ജനങ്ങൾ സ്വീകരിച്ചു, അത് വലിയ സംഭവമായി തീർന്നു. അതെപ്പോഴും അതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും. ഒരു എഴുതുമ്പോൾ ഒരു സെൽഫ് എഡിറ്റിംഗ് എഴുതുന്ന ആൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതേസമയം ഞാനൊക്കെ തുടങ്ങുന്ന കാലത്ത് ഇത്രയധികം എഴുത്തുകാർക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഒരു പഴയ കാലത്ത്. അതെ, ഏറെ വായനക്കാരുള്ള എഴുത്തുകാരനാണ് ശ്രീ PK പാറക്കടവ്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് കഥാകൃത്തുമായി സംവദിക്കാൻ ആഗ്രഹമുണ്ടാകും. ഇനി അതിനുള്ള ഒരു സമയമാണ്. നമസ്കാരം സാർ. ഒരു ഏറുപടക്കം പോലെ വായനക്കാരൻ്റെ മനസ്സിൽ പൊട്ടുന്ന
മിനിക്കഥകൾ അല്ലെങ്കിൽ ക്യാപ്സൂൾ കഥകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാഹിത്യ വിഭാഗത്തിൻ്റെ ഒരു മുഖ്യ വക്താവാണ് ശ്രീ പി കെ പാറക്കടവ്. സർ ചോദിക്കുന്ന ഇതാണ്, ലിറ്റിൽ മാഗസിനുകൾ ഇന്ന് അതുപോലെ തന്നെ ഉണ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിറ്റിൽ മാഗസിനുകൾ ഇപ്പോഴും സജീവമാണ്. അവിടെയൊക്കെ പരിമിതമായവരുടെ പേജുകളിൽ ഈ മിനിക്കഥകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എഡിറ്റർ ഇല്ലാത്തൊരു പ്രശ്നവും അവിടെ ഉണ്ട്. പക്ഷേ വായനക്കാരുള്ള ആനുകാലികങ്ങളിൽ, പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ആഴ്ചപ്പതിപ്പുകളിലൊന്നും തന്നെ ഇപ്പോൾ ഈ മിനിക്കഥയ്ക്ക് വലിയ സ്ഥാനം കാണുന്നില്ല. ചെറുകഥകൾക്കാണ് സ്ഥാനം. മാത്രമല്ല, ചെറുകഥകളിൽ നമുക്ക് ഉദാഹരിക്കാൻ ഒരുപാട് പേരുണ്ട്. വളരെ പ്രതിഭാധനരായ ഒരുപാട് എഴുത്തുകാർ ചെറുകഥയിൽ ഇപ്പം മലയാളത്തിലുണ്ട്. പക്ഷെ താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ മുഖ്യ വക്താവായിരിക്കുന്ന ഈ മിനിക്കഥയുടെ ഒരു പാത നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോട്ടവും ആവശ്യമാണല്ലോ. നമ്മുടെ പിന്മുറക്കാർ എത്ര പേര് ഇത് പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്തുടരാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു ഉപാധി ഇവിടെ ലഭ്യമാണോ? എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോഴും അത് വളരെ കുറഞ്ഞതായിട്ടാണ് ഒരു വായനക്കാരൻ നിലയിൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാവി ഈ വിദേശങ്ങളിലൊക്കെ, വിദേശ സാഹിത്യത്തിലൊക്കെ മിനിക്കഥ ഒരു കാവ്യം, ശില്പം പോലെ ആസ്വദിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസക്തി കുറയുന്നുണ്ടോ എന്നൊരു സംശയം. താങ്കളുടെ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യം. നിങ്ങൾ പറഞ്ഞതിനോട് വിയോജിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തെ ഓണപ്പതിപ്പുകൾ എടുത്തു നോക്കിയാൽ എൻ്റെ മിന്നൽ കഥകൾ മറ്റു കഥകളോടൊപ്പം അതിൽ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും എടുത്തു നോക്കിയാൽ വർഷത്തിൽ 1-2 തവണ ഞാൻ മിന്നൽ കഥകൾ എന്ന പേരിൽ തന്നെ ചെറുതായ കഥകൾ എഴുതിയിട്ടുണ്ട്. ജപ്പാനിൽ നിന്ന് അമൽ എഴുതിയ കഥകൾ അതിൽ വരാറുണ്ട്, ടിഷ്യൂ പേപ്പർ കഥകൾ എന്ന പേരിൽ. ഈ രീതിയിൽ ഇപ്പോഴും കൂടുതൽ പ്രാമുഖ്യത്തോടെ മാതൃഭൂമി മാത്രമല്ല, മാധ്യമം, ജനയുഗം, ദേശാഭിമാനി തുടങ്ങിയ ഓണപ്പതിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും, കഴിഞ്ഞ 2-3 വർഷത്തെ ഓണപ്പതിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടും. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിലും മറ്റ് ആനുകാര്യങ്ങളിലും, നിലവാരമുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എല്ലാ ആനുകാര്യങ്ങളിലും ഈ ചെറിയ കഥകൾ ധാരാളമായി വരുന്നുണ്ട്. ഈ തൊട്ടടുത്ത ആഴ്ച കഴിഞ്ഞ ഏറ്റവും പുതിയ ഈ ഭാഷാപോഷണിയിലും എൻ്റെ 2 മിന്നൽ കഥകൾ പ്രാധാന്യപൂർവ്വം അവരൊരു വലിയ പേജിൽ ഇലിസ്ട്രേഷനോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടികൾക്ക് വർഷങ്ങളോളം എൻ്റെ ചെറിയ കഥ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാലും ഒരു ചെറിയ കഥയാണ് ആദ്യ പേജിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനായി കാണാൻ പറ്റുന്നത്. ഈ കഥകൾ മറ്റ് ഭാഷകളിലേക്കും ധാരാളമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥകൾക്ക് കൂടുതൽ വായനക്കാരും കൂടുതൽ ഈ രീതിയിലുള്ള കഥകൾക്ക്, എൻ്റേതെന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ അംഗീകാരങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു പ്രമുഖ പ്രസിദ്ധീകരണം അടുത്ത് തന്നെ ഇറക്കുന്ന, അവർ വിളിച്ചു പറഞ്ഞു 3-4 പേരുടെ ചെറിയ കഥകളാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രമുഖമായൊരു പ്രസിദ്ധീകരണാലയം തന്നെ അവർ പുറത്തിറക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൂടുതൽ പേരിലേക്ക് ഇതെത്തുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു രചനയായതുകൊണ്ടാകാം. കാരണം ഈ ചെറിയ കഥയ്ക്ക് ഇതിനപ്പുറം വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ക്ഷമിക്കണം പ്രിയരെ, സമയപരിമിതി നമ്മളെ ഏറെ അലട്ടുന്നുണ്ട്. ഏതായാലും പരിപാടി വളരെ സുഗമമായി പോകണമെന്നുള്ളതുകൊണ്ടും സെഷൻ പൂർത്തിയാക്കണമെന്നുള്ളതുകൊണ്ടും ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരനുമായുള്ള ഇൻറ്ററാക്ഷൻ. ശ്രീ പി കെ പാറക്കടവ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇരുണ്ട ഹാസ്യത്തെ വളരെ മനോഹരമായി തൻ്റെ കുറും കഥകളിലൂടെ സന്നിവേശിപ്പിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് സംഘാടകരുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്.
അതേപോലെ ഇതിൻ്റെ മോഡറേറ്ററായി പ്രവർത്തിച്ച ശ്രീ എളമ്പിലാട് നാരായണൻ അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇതിന് സ്വാഗത ഭാഷണം നടത്തിയത് ശ്രീ രാജേഷ് പി ആണ്. അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. സെഷൻ എൻ്റെ രചനാ സങ്കല്പം. ഇതിന് സ്വാഗത ഭാഷണം നടത്തുന്നത് ശ്രീ PN അനിൽകുമാറാണ്.